ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അൻസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന റെസിപ്പി ചീസി ചിക്കൻ ആണ്. പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം, ഇത് ചീസ് വെച്ചുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അതായത് നല്ല അടിപൊളിയായിട്ടൊരു വെറൈറ്റി ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ. ചീസൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുപോലെ ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. അവർക്ക് ചിക്കൻ തന്നെ നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിയുമ്പോൾ 4 മണിക്ക് വെറുതെ അങ്ങ് സ്നാക്സ് ആയിട്ട് ഇത് കഴിക്കാൻ കൊടുത്താൽ അവർ നന്നായിട്ട് അത് കഴിച്ചോളും. അതുപോലെ നല്ല എല്ലാവർക്കും വലിയവർക്കും ഇഷ്ടമാകുന്ന ഒരു പ്രത്യേക ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റൈറ്റ് സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ ഓൾ തന്നെ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ചീസി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കിലോയിൽ കൂടുതൽ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് 1/4 കിലോ അല്ല, അതിനേക്കാൾ കുറച്ചും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1/2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പാലാണ് എടുത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂണാണ് പാല്. പിന്നെ ഉപ്പ്, ഓയിൽ ആണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാൽഡ യൂസ് ചെയ്യാം. അത് ഡാൽഡ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഡാൽഡയോ ബട്ടറിലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് വളരെ കുറച്ച് സാധനങ്ങൾ മതി, എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നമ്മളെപ്പോഴും ഒരേ രീതിയിൽ ചിക്കൻ ഫ്രൈ കഴിക്കുന്നതിൽ നിന്ന് ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ ഫ്രൈ കഴിച്ച് നോക്കുന്നതല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ്. അതുകൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് ഈ രീതിയിൽ ചിക്കൻ ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോൾ ഈ ചിക്കൻ ഉപ്പ് പുരട്ടി വെക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഉപ്പ് നന്നായിട്ട് പുരട്ടി ഇതിലേക്ക് നമുക്ക് 2 മണിക്കൂർ ഒന്ന് വയ്ക്കാം. ഞാനിപ്പോൾ ഇതൊരു ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത്. മോൾക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് ഇത് റെഡിയാക്കിയതാണ്. ഇതിലേക്കിപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കന് ഇപ്പോൾ ഉപ്പ് പുരട്ടി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള മിക്സ് നമുക്ക് റെഡിയാക്കാം. ആദ്യം നമുക്ക് ഈ കോൺഫ്ലവർ ഈ ബൗളിലേക്ക് ഇടാം. ഇനി നമുക്ക് ഈ പെപ്പർ ഇതിലേക്ക് ഇടാം. നമുക്ക് ഈ ചീസ് ഇതിലേക്കിടാം. ഇനി നമുക്ക് ഈ പാല് ഇതിലേക്ക് ഒഴിക്കാം. ഈ മിക്സിലേക്ക് ഒരല്പം ഉപ്പ് നമുക്കിടാം. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടതാണ്, എന്നാൽ ഈ മിക്സിലേക്ക് നേരിയൊരു ഉപ്പ് നമുക്കിടാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചിത് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചിതൊരു ലൂസായൊരു ഇതിലായി പോവുകയാണെങ്കിൽ കുറച്ച് പാലും കൂടെ നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇത് ശരിക്കും വേണ്ടതൊരു ലൂസാകാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു രീതി വേണം നമുക്കിത് ശരിക്കും ആവാൻ. ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ചീസ് മെൽറ്റായി കിട്ടാനുള്ള ഒരു ഇതുകൊണ്ടാണ് ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് ഇങ്ങനെ തോന്നുന്നത്. ആ ചീസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. നമുക്ക് ഇത്രയും ഡ്രൈ ആയിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരല്പം പാൽ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതാ ലൂസ് ഇതിൽ വരും. ഇനി നമുക്ക് ഈ കോട്ടിങ്ങിൽ
ആഡ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ അടുപ്പ് ഓണാക്കിയിട്ടുണ്ട്. ഇനി പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കാം. നമ്മുടെ പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. ഓയിൽ ചിക്കൻ അതിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കാനുള്ള അത്രയും ഓയിൽ ഒഴിക്കുക. ഇനി നമുക്ക് ഈ കോട്ടിങ്ങിലേക്ക് ഓരോരോ പീസ് ചിക്കൻ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ സൈഡിലും ഈ കോട്ടിങ് നന്നായിട്ട് മിക്സ് ആവണം. നമ്മുടെ പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു സൈഡ് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരുപാട് നിങ്ങൾക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ചെറിയ തീയിലിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിത് എടുത്ത് ഈ പാത്രത്തിലേക്ക് വെക്കുവാണ്. ഞാൻ നമ്മുടെ ബാക്കിയുള്ള ചിക്കൻ ഫ്രൈയും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ചിക്കൻ ഫ്രൈ ഞാനിവിടെ ഇതും കൂടെ ഫ്രൈ ആക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പിലിട്ടിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഫ്രൈ ആയിട്ട് വരട്ടെ. നമ്മുടെ ഈ ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് എടുത്ത് മാറ്റുവാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി അടുപ്പ് ഓഫ് ചെയ്യണം. അപ്പം നമ്മുടെ ചീസി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സോസും ക്യാരറ്റും ലെമണൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇത് കറിയൊന്നും വേണ്ട, വെറുതെ നമുക്ക് കുട്ടികളൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും ഒക്കെ വെറുതെ ഒരു സ്നാക്സ് പോലെ നമുക്കിത് വെറുതെ ചൂടോടുകൂടി കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ കൂടത്ത് സോസും കൂടെ കൂട്ടി കഴിച്ചാൽ പിന്നെ പറയണ്ട, അത്രയ്ക്ക് ടേസ്റ്റായത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതൊരു അടിപൊളി ചിക്കൻ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരെ താങ്ക് യു.